ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതേസമയം ലോകത്തിലെ കോടീശ്വരന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാരെക്കുറിച്ച്, രാജ്യത്തലവന്മാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ സമ്പന്നരായിട്ടുള്ള 10 ലോക നേതാക്കളെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് ലോകത്തുള്ള ഓരോ രാജ്യങ്ങളിലും ഉള്ളത് വ്യത്യസ്ത ഭരണ രീതികളാണ്. ഇതിൽ തന്നെ ചില രാജ്യങ്ങളിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം എന്നത് പ്രധാനമന്ത്രിക്കാണ്. എന്നാൽ അതേസമയം മറ്റു ചില രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ പ്രസിഡന്റിനായിരിക്കും ഇത്തരത്തിൽ അധികാരമുള്ളത്. ഇത്തരത്തിലുള്ള നേതാക്കളിൽ ഒന്നാമതായിട്ട് വരുന്നത് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ പുടിൻ. റഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായി സ്ഥാനമേറ്റ ആളാണ് വ്ളാദിമിർ പുടിൻ എന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽക്കേ തന്നെ ലോക ജനശ്രദ്ധ റഷ്യയിലേക്കായിരുന്നു. എന്നിട്ടും പ്രസിഡന്റ് ആയിട്ടുള്ള പുടിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഇന്നും ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു സമ്പത്ത് എന്ന് പറയുന്നത് $200 ബില്യൺ അഥവാ 17,58,000 കോടി രൂപയോളമാണ്. ഇദ്ദേഹത്തിന് ഇത്രയേറെ സമ്പത്തുണ്ടെങ്കിലും ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ലോക കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ പട്ടികയിൽ കാണാനാവുകയില്ല. അതിന്റെ ഒരു കാരണം എന്നത് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഒരു രഹസ്യമാണ്. എന്നാൽ അമേരിക്കൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കമ്പനി ആയിട്ടുള്ള HCM പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്നത് $200 ബില്യൺ ആയിക്കൊണ്ട് കണക്കാക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് മഹാവാജിറ ലോങ്കോൺ. നിലവിലെ തായ്ലാന്റ് എന്ന നാടിന്റെ രാജാവും തലവനും ഒക്കെയാണ് മഹാവാജിറ ലോങ്കോൺ എന്നത്. ആദ്യം തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി നോക്കുകയാണെങ്കിൽ $43 ബില്യൺ അഥവാ 3,78,000 കോടി രൂപയോളമാണ്. ഒരു രാജാവ് എന്നതിനേക്കാൾ ഇന്ന് ഇദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനും നിക്ഷേപകനും ഒക്കെയാണ്. തായ്ലാന്റ് എന്ന നാട്ടിൽ തന്നെ 16,210 ഏക്കറോളം വരുന്ന റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം, ബാങ്ക്, സിമന്റ് കമ്പനികളിലുമൊക്കെയുള്ള വലിയ ഓഹരികളൊക്കെയാണ് ഇന്ന് ഇദ്ദേഹത്തെ ഇത്രയേറെ ധനികനാക്കിയത്. എന്തിനേറെ പറയുന്നു, ഇന്ന് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ലോകത്തുള്ള ഏറ്റവും സമ്പത്തുള്ള രാജാക്കന്മാരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്തു തന്നെ കാണാവുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഹസൻ അൽ ബോൾക്കിയ. ബ്രൂണൈ എന്ന നാട്ടിലെ രാജാവും പ്രധാനമന്ത്രിയും ഒക്കെയാണ് ഹസൻ അൽ ബോൾക്കിയ എന്നത്. 1968 തന്റെ 21ാമത്തെ വയസ്സിൽ രാജാവായി അധികാരമേറ്റ ഇദ്ദേഹം 57 വർഷമായി ഇന്ന് ബ്രൂണൈ എന്ന രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്നത് $30 ബില്യൺ അഥവാ 2,63,000 കോടി രൂപയോളമാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതം എന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ആഡംബര ജീവിത രീതികളിൽ ഒന്നാണ്. നാലാമതായിട്ട് വരുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ്. 2017 മുതൽ സൗദി അറേബ്യയുടെ രാജാവും പ്രധാനമന്ത്രിയും ഒക്കെയായിട്ട് അധികാരമേറ്റതാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്നത്. ഒരു ഭരണാധികാരി എന്നതിനേക്കാൾ ഇന്ന് ഇദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനും റിയൽ എസ്റ്റേറ്റിലുള്ള വലിയ നിക്ഷേപകനുമാണ്. സൗദി അറേബ്യയുടെ ഭാവിക്കായി ദീർഘദൃഷ്ടിയോടുകൂടി ഇന്ന് ഇദ്ദേഹം പല വലിയ ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്റ്റുകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. $25 ബില്യൺ അഥവാ 2,19,000 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി എന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. നിലവിലെ UAEയുടെ പ്രധാനമന്ത്രിയും രാജാവും വൈസ് പ്രസിഡന്റും ഒക്കെയാണ് ഇന്ന് ഇദ്ദേഹം എന്നത്. 2006 ഇദ്ദേഹം തന്റെ സഹോദരന്റെ മരണശേഷം ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം എത്തിച്ചേരുന്നത്. $14 ബില്യൺ അഥവാ 1,23,000 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്നത്. UAE എന്ന നാടിനെ ഇന്ന് ലോകത്ത് കാണുന്ന നിലയിലേക്ക് മാറ്റിയതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെയേറെ വലുത് തന്നെയാണ്. ആറാമതായിട്ട് വരുന്നത് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് ഈ ഒരു ലിസ്റ്റിൽ ആറാമത്തെ സ്ഥാനത്തുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ സമ്പത്ത് നോക്കുകയാണെങ്കിൽ $7.8 ബില്യൺ അഥവാ 68,500 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ട്രംപിന്റെ ആസ്തി എന്നത്. ഒരു പ്രസിഡന്റ് എന്നതിലുപരി ഇന്ന് ട്രംപ് എന്നത് വലിയൊരു നിക്ഷേപകനും ബിസിനസ്സുകാരനും ഒക്കെയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള റിയൽ എസ്റ്റേറ്റിൽ വരുന്ന വലിയ നിക്ഷേപം, കമ്പനികളുടെ വലിയ ഓഹരികൾ, ക്രിപ്റ്റോ കറൻസിയിലുള്ള നിക്ഷേപം, ഇതൊക്കെയാണ് ഇദ്ദേഹത്തെ ഇത്രയേറെ സമ്പന്നനാക്കിയത്. ഏഴാമതായിട്ട് വരുന്നത് മലേഷ്യയുടെ രാജാവായിട്ടുള്ള സുൽത്താൻ ഇബ്രാഹിം ബിൻ ഇസ്കന്ദർ. 2024 ജനുവരി 30
31-നാണ് ഇദ്ദേഹം മലേഷ്യയുടെ 17ാമത് രാജാവായിക്കൊണ്ട് റൂളറായിക്കൊണ്ട് സ്ഥാനമേൽക്കുന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു രാജാവിന് പുറമെ മലേഷ്യയിലെ പേരുകേട്ട പണക്കാരിൽ ഒരാൾ കൂടിയാണ്. 5.2 ബില്യൺ ഡോളർ അഥവാ 45,000 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. മൈനിങ്, ടെലികമ്മ്യൂണിക്കേഷൻ, പാം ഓയില് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ബിസിനസ്സുകൾ എന്നത്. ഇത് കൂടാതെ റിയൽ എസ്റ്റേറ്റിലുള്ള നിക്ഷേപം, ധാരാളം പ്രോപ്പർട്ടികൾ എന്നിങ്ങനെ എല്ലാം ഇന്ന് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 8-മതായിട്ട് വരുന്നത് കിം ജോങ് ഉൻ. ഇന്നത്തെ നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡറും നേതാവും ഒക്കെയാണ് കിം ജോങ് ഉൻ എന്നത്. വർഷം 1984-ലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ 2011-ൽ തന്റെ അച്ഛന്റെ മരണത്തെ തുടർന്നാണ് ഇദ്ദേഹം നോർത്ത് കൊറിയയുടെ നേതാവായിക്കൊണ്ട് സ്ഥാനമേൽക്കുന്നത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്നത് 5 ബില്യൺ ഡോളർ അഥവാ 43,000 കോടി രൂപയോളമാണ്. ഇന്ന് നിങ്ങൾക്ക് കിം ജോങ് ഉനെ ലോകത്തെ ഏറ്റവും ധനികരായ നേതാക്കളിൽ ആദ്യത്തെ സ്ഥാനങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. 9-മതായിട്ട് വരുന്നത് മുഹമ്മദ് 6-മൻ. 1999 തന്റെ പിതാവിന്റെ മരണശേഷമാണ് ഇദ്ദേഹം മൊറോക്കോയുടെ രാജാവായിക്കൊണ്ട് അധികാരം ഏറ്റെടുക്കുന്നത്. മൊറോക്കോയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിൽ ഒന്നായിട്ടുള്ള അൽമദ ഹോൾഡിംഗ് കമ്പനി ഇന്ന് ഈ ഒരു രാജാവിന്റെയും രാജകുടുംബത്തിന്റെയും കീഴിൽ വരുന്നതാണ്. 2.1 ബില്യൺ ഡോളർ അഥവാ 18,450 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്നത്. 10-മതായിട്ട് അവസാനമായിട്ട് വരുന്നത് ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ്. 2013-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടാണ് ഷീ ജിൻപിങ് ആദ്യമായിട്ട് ചൈനയുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് അധികാരത്തിൽ വരുന്നത്. തുടർന്ന് അങ്ങനെ 2018-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഇദ്ദേഹം തന്നെ വിജയിക്കുകയാണ്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്നത് 1.5 ബില്യൺ ഡോളർ അഥവാ 13,168 കോടി രൂപയോളമാണ്. ചൈനയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ ഇദ്ദേഹത്തിനും വലിയൊരു പങ്ക് തന്നെ നമുക്ക് കാണാനാകും. നമ്മൾ ഈ പറഞ്ഞ പണക്കാരായിട്ടുള്ള ലോക നേതാക്കളുടെ സമ്പത്തും മറ്റും എന്നത് യാഹൂ, ഫോബ്സ് പട്ടിക പോലുള്ളവ പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ സമ്പത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വെറും 10 ആളുകൾ മാത്രമാണ് നിങ്ങൾ കണ്ടത്. ഇവരെ പോലെ തന്നെ ഇന്ന് ധാരാളം സമ്പത്ത് കൈവശമുള്ള മറ്റനേകം രാജ്യങ്ങളിലുള്ള പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഇന്ന് നമ്മുടെ ഒരു ലോകത്തുണ്ട്. ഇന്ന് ലോകത്തുള്ളത് 7 വൻകരകളിലായിട്ട് 193-ലധികം വരുന്ന രാജ്യങ്ങളാണ്. ഇതിൽ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഇന്ന് 814 കോടിയിലധികം വരുന്ന മനുഷ്യരാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും അധികം കാര്യങ്ങൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഇതുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.